ഹായ് ഗൈസ്, നമ്മുടെ ഹിറ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഇച്ചിരി വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചിക്കൻ ബിരിയാണി ചെയ്യുന്നത്. അപ്പം വീഡിയോയിൽ കാണാം. നമുക്ക് ആദ്യം ഇറച്ചി കഴുകി വൃത്തിയാകാം. അടുപ്പ് നമ്മൾ കത്തിക്കാൻ പോവാണ്. നമ്മുടെ അടുപ്പ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് ആദ്യം നമുക്ക് ഗ്രേവിക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ചട്ടി ചെറുതായിട്ട് ചൂടാകട്ടെ. എണ്ണ ഒഴിച്ച് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. നമ്മളെ ഉള്ളി ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. നമുക്കിതിലോട്ട് മസാല ചേർക്കാം. മസാല പൊടിച്ചതല്ല, നമ്മൾ സാധാ തക്കോലം, പട്ട, ഗ്രാമ്പ് അങ്ങനെയൊക്കെയുള്ള സാധനമാണ് ഇട്ടത്. നമ്മളെ നാട്ടിലുള്ള ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഈ പട്ട, ഗ്രാമ്പ് ഇല്ലേ. അപ്പം അതാണ് നമ്മുടെ ഫുഡുകൾക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റും ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമുക്ക് പച്ചവെള്ളം ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്, അതും കൂടെ ഇട്ടുകൊടുക്കുക. ഈ സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് അടിയിപ്പിടിക്കും. അതാണ് ഇതിൻ്റെ ഇഷ്യൂ. നന്നായിട്ട് ഇറങ്ങി കൊടുക്കുന്നത്. മറ്റേ ഇട്ട രണ്ടും എല്ലാം സെറ്റായിട്ടുണ്ട്. തക്കാളി, മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം. ഇത് പെരുംജീരകപ്പൊടിയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ല. അതിനനുസരിച്ച് ആ എരിവും ഇതും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മൾ പച്ചമുളക് തന്നെ ചേർത്ത്. ഇനി നമുക്ക് മെയിൻ ഐറ്റം ചിക്കൻ. ഇപ്പോൾ ഒരു 3 ചിക്കനുണ്ട്.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളെ മസാല എല്ലാം ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കങ്ങ് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. ഇതിനകത്ത് ഊറി പിടിച്ചിറങ്ങും. ഇങ്ങനെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം വെന്ത് കിടണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അടച്ച് വയ്ക്കാം. നന്നായിട്ട് അടച്ച് ഇറച്ചിയൊക്കെ ഏറെക്കുറെ വെന്ത് സെറ്റായിട്ടുണ്ട്. പൊടിയാതെ ഇളക്കി എടുത്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത് ഒരു ഉപയോഗവും ഇല്ലാതെ ആവും. സോ പതിയെ ഇളക്കുക. ഇതിലൊരു 2 ഐറ്റം കൂടെ നമ്മൾ ചേർക്കാനുണ്ട്. തേങ്ങയും കഷ്കശയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ സാധാ ചോറിലൊക്കെ ചേർക്കുന്നതാണ്. അല്ലാതെ കറുത്ത കശകശമല്ല. ആരും അതൊന്നും പോയി വാങ്ങിച്ച് ബിരിയാണിയിലൊന്നും ഇട്ട് കളയരുത്. ഇതിനി നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. കുറേ പേർക്കൊക്കെ നമ്മൾ പുളിപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെറുതായിട്ട് നമ്മൾ ഈ ഷവർമ, ഷവായി ഇങ്ങനെയൊക്കെയുള്ള ചിക്കനിലുള്ള മേജർ ഐറ്റംസൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചെറിയ പുളിപ്പുണ്ടാകാറുണ്ട്. അപ്പം ആ ഒരു ഫ്ലേവറൂടെ കിട്ടാനായിട്ടാണ് നമ്മൾ നാരങ്ങ ചേർത്ത്. ഞാൻ ഉപ്പിട്ടിരുന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, ശ്രദ്ധിച്ചോളണം. ഞാൻ ആദ്യം ഉള്ളി വഴറ്റിയപ്പോഴേ കുറച്ച് ഉപ്പിട്ടിരുന്നു. പിന്നെ അതിനുശേഷം മസാല ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ്. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ സെറ്റാണ്. നമുക്ക് കുറച്ച് മസാല കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സാധാ പൊടിച്ച മസാല നമ്മൾ ഇറച്ചിക്ക് സാധാരണ ചേർക്കുന്ന പോലെ തന്നെ മസാല. മസാല സെറ്റായിട്ടുണ്ട്. ഏറെക്കുറെ നമ്മൾ നേരത്തെ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിരുന്നു ഒന്ന് കുറുകി വരാനായിട്ട്. അപ്പം ഏറെക്കുറെ ആ പരുവമായിട്ടുണ്ട്. നമുക്ക് ഇതിനി ഇറക്കി വെച്ചിട്ട് ചോറ് റെഡിയാക്കാം. സാധാ ബീറ്റി അരിയാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ഒരല്പം ചൂടായതിന് ശേഷമാണ് ഇടുന്നത്. പിന്നെ ബീറ്റി അരികൾ ഇടുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം നമ്മൾ 3 പ്രാവശ്യം കഴുകുക. എന്നിട്ട് നേരെ വെള്ളത്തിലോട്ട് ഇടുക. അതിൽ കൂടുതൽ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചോറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ പോകും. നമ്മൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. 3 പ്രാവശ്യം കഴുകുക. 3 വെള്ളത്തിൽ കഴുകുക, നേരെ കൊണ്ടുവന്ന് ഇടുക. അപ്പോൾ ഉപ്പൂടെ ചേർത്ത് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമ്മളെ മെയിൻ പരിപാടി ഇത് ചോറ് റെഡിയായതിന് ശേഷം ദമ്മ് സെറ്റ് ചെയ്യും. അപ്പം ഇത് അടച്ചു വയ്ക്കുക. അപ്പം നമ്മൾ ദമ്മ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ചോറ് നമുക്ക് നോക്കാം.
മസാല നമുക്ക് തൂറ്റി കൊടുക്കാം. മസാല പൊടിച്ചതാണ്, നേരത്തെ മസാല ഇട്ടത് തന്നെ പൊടിയായിട്ട് തൂറ്റി കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ മല്ലിയില കുറച്ച്, ഇനി നമ്മൾ പുതിനയില, അടുത്ത നമ്മൾ പൊരിച്ച സവാള, പിന്നെ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. നമ്മൾ നേരത്തെ ഇത് നെയ്യാണ്, അണ്ടിപ്പരിപ്പ് കിസ്മിസ് വറുത്തെടുത്ത അങ്ങനെ നമ്മൾ നമ്മളൊരു 10-20 മിനിറ്റ് നമ്മളത് ദമ്മിലിടണം. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാണ്. നമുക്കിത് ദമ്മിലോട്ടിടാം. ലൈറ്റും കൂടെ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാവും. അപ്പോൾ നമുക്ക് തുറന്ന് ബിരിയാണി കഴിച്ചു നോക്കാം. നമ്മളെ ദമ്മ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പം നമ്മുടെ ബിരിയാണി, നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആവി ഇറങ്ങുന്ന നല്ല ചൂട് ചിക്കൻ ദം ബിരിയാണി. നല്ല സൂപ്പറായിട്ട് വെന്ത്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് കാണും വരെ